നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വീണ്ടും നിർണായക നീക്കങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു വഴിക്കൂടെ നടത്തുന്നു. തൊട്ടിപ്പുറത്ത് SITയും ശക്തമായ നീക്കങ്ങളുമായി മുൻപോട്ട് പോകുകയാണ്. ഈ തിരുവല്ലയിലെ ഒരു നെടുംപറമ്പിൽ ബാങ്ക് ഇപ്പോൾ ഒരു വലിയ ചോദ്യമുനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്ത്രി കണ്ഠരര് രാജീവരുടെ കോടിക്കണക്കിന് രൂപയുടെ ഒരു വിവരം നമ്മൾ മുൻപ് കേട്ടിരുന്നു. ഇപ്പോൾ ആന്റോ ആന്റണി MP-യുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇന്നിപ്പോൾ നിർണായകമായ ഒരു നീക്കം SIT നടത്തിയിരിക്കുന്നത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കിയതും മേശപ്പുറത്ത് ഡയസിൽ കയറി നിന്ന് പ്രതിഷേധമുണ്ടാക്കിയതുമൊക്കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അവർക്ക് ഏറ്റവും വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുകയാണ്. അടൂർ പ്രകാശ് പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് എന്ന് തുടക്കം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഭരണപക്ഷം നിരന്തരം എടുത്തിട്ട് പ്രയോഗിക്കുന്നതുമാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് കോൺഗ്രസിനെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. വളരെ രസകരമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ അന്വേഷണം. അടൂർ പ്രകാശിനെ SIT ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. SIT ചോദ്യം ചെയ്യുമ്പോൾ മറുവശത്ത് കോൺഗ്രസിനും UDF നേതാക്കൾക്കുമൊക്കെ പറയാനുള്ളത് ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ്. ഇടതുപക്ഷം അവരുടെ ചെയ്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുകയാണ് എന്നൊക്കെയാവും. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന് നേരെ കണ്ണടച്ച് ഇത്തരം പ്രസ്താവനകൾ അന്ധമായി വിഴുങ്ങാൻ നമുക്ക് കഴിയില്ല. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതിയിലെ വളരെ മുതിർന്ന 2 ജസ്റ്റിസുമാർ. അവർ ജസ്റ്റിസ് നടപ്പിലാക്കാൻ വളരെ ശുഷ്കാന്തിയുള്ളവരാണ്. ഈ കഴിഞ്ഞ ദിവസവും അന്വേഷണ സംഘത്തെ അവർ അനുമോദിക്കുന്നത് നമ്മൾ കണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കേരളത്തിൽ ആദ്യം ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. സമയബന്ധിതമായി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും. അപ്പോൾ ഹൈക്കോടതിയാണ് കേരളത്തോട് പറഞ്ഞത്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്, സ്വാഭാവിക ജാമ്യം നിഷേധിക്കപ്പെടും, സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നതിൻ്റെ പേരിൽ മാത്രം തിടുക്കപ്പെട്ടൊരു കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ല. പഴുതുകളടച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ച് കൃത്യതയോടെ ഒരു കുറ്റപത്രമാണ് കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. അതോടെ SITക്ക് വർദ്ധിത ഊർജം വന്നു. അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന SITക്ക് മുന്നിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളിലേക്ക് അവരുടെ അന്വേഷണം എത്തുന്ന ഘട്ടമാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് അടൂർ പ്രകാശിൽ നിന്ന് വിവരങ്ങൾ ആരായുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യമുനയിൽ അടൂർ പ്രകാശ് നിൽക്കുന്നു. അറസ്റ്റിലേക്ക് വരെ എത്തുമെന്ന സൂചനകളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന ബലമായ സംശയം SITക്കുണ്ട്. പോറ്റി ഇക്കാര്യത്തിൽ ചില സൂചനകളും SITക്ക് നൽകി കഴിഞ്ഞു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിൽ വീണ്ടും ഈ ചോദ്യം ചെയ്യലിനായി SIT വിളിപ്പിച്ച് വരുത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് പോറ്റിയിരിക്കുന്നു, മറുവശത്ത് അടൂർ പ്രകാശ് ഇരിക്കുന്നു. അടൂർ പ്രകാശിനെ വെറുതെ ചോദ്യം ചെയ്തിന്ന് വിട്ടയക്കാമായിരുന്നു. പക്ഷെ അതല്ല, പോറ്റി ഒപ്പമിരുത്തി ചോദിക്കുമ്പോൾ വളരെ കൃത്യതയോടെ തെളിവുകളുടെ പിൻബലത്തിൽ തങ്ങൾ ചോദ്യം ചെയ്യുന്നു എന്ന സൂചനയാണ് SIT പുറത്തേക്ക് വിടുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം അനുമാനിക്കാം. അടൂർ പ്രകാശ് വീഴാനുള്ള ചില സാധ്യതകളുണ്ട്. എന്തുകൊണ്ട്? അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞത് 2019 ശേഷമാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതെന്ന്. പണ്ട് കടകംപള്ളി പറഞ്ഞതിന് സമാനമായി. പക്ഷേ അടൂർ പ്രകാശ് 2017 ജനുവരി 1 or 2 ആ തീയതികളിൽ അവിടെ ഒരു സദ്യയും അന്നദാനവും ഒക്കെ നടന്നു. അതിൻ്റെ ഉദ്ഘാടകനായി സാക്ഷാൽ പോറ്റി അടൂർ പ്രകാശിനെയാണ് അന്ന് ശബരിമലയിലേക്ക് പൊക്കിയെടുത്തുകൊണ്ട് പോയത്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് വളരെ സുപരിചിതനാണ് എന്ന തലത്തിലാണ് നമ്മുടെ അടൂർ പ്രകാശ് പെരുമാറിയത്. അന്ന് അവിടെ നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് നമ്മൾ കേൾക്കുന്നു. അടൂർ പ്രകാശ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. ഇവനെൻ്റെ പ്രിയ മാനസപുത്രൻ എന്ന തലത്തിൽ. ഇതിന് മറ്റൊരു മാനമുണ്ട്. ഈ സദ്യ അന്നദാനമൊക്കെ ഇയാൾ അവിടെ സ്പോൺസർ ചെയ്തത് മറ്റു പലരിൽ നിന്നും പിരിവെടുത്താണ്. നമുക്കറിയാം, ഗോവർദ്ധൻ്റെ നിന്ന് പണം മേടിച്ചു, ചെന്നൈയിലെ ചില വ്യവസായികളിൽ നിന്ന് പണം മേടിച്ചു. എന്നിട്ട് അവർക്കൊക്കെ മുന്നിൽ കൊണ്ടുപോയി ഈ ഫോട്ടോ കാണിക്കും. 2016 വരെ അന്ന് മന്ത്രിയായിരുന്നു അടൂർ പ്രകാശ്, കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നു. 2015-16 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2017 ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. പക്ഷേ അപ്പോഴും ശബരിമല കോൺഗ്രസ് നിയന്ത്രണത്തിലാണ്. കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്.
അത് ഇടതുപക്ഷം ഭരിക്കുന്നുവെങ്കിലും ശബരിമലയിലൊന്നും ആക്സസ് ഒന്നും കിട്ടത്തില്ല. ദേവസ്വം ബോർഡിൻ്റെ ഒരു പരമാധികാരിയായിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ വലിയ ചങ്ങാതിയായിരുന്നു അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് ഇപ്പോൾ പറയുന്നത് തൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന, തൻ്റെ മണ്ഡലം എന്നുള്ളത് താനൊരു വോട്ടറായി ജീവിക്കുന്ന മണ്ഡലം ശബരിമലയോടനുബന്ധിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിചയം ശബരിമലയുമായി തനിക്ക്, അങ്ങനെ ഒരു പരിചയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട്, അത്തരമൊരു പരിചയം മാത്രമായിരുന്നു എങ്കിൽ ഈ 2017 കാര്യം എന്തുകൊണ്ട് അടൂർ പ്രകാശ് മറച്ചു വെച്ചു? 2, ബംഗളൂരുവിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് പറയുന്നു. എന്തിനാണ് കേരളത്തിൽ നിന്നൊക്കെ മാറി ബംഗളൂരുവിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുന്നത്? അത് മറ്റേതെങ്കിലും സ്പോൺസർമാരുമൊക്കെയായുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിരുന്നു. ബംഗളൂരുവിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഉപഹാരങ്ങൾ കൊടുത്തു. തനിക്ക് കിട്ടിയത് ഈന്തപ്പഴം അവിടെ വെച്ച് തന്നെ വിതരണം ചെയ്തു എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. പക്ഷേ തിരികെ അടൂർ പ്രകാശ് അങ്ങോട്ട് കൊടുത്ത ഏതോ ക്ഷണക്കത്തായിരുന്നു അത്രേ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റം നടന്നു പൊതികൾ. ഇതെന്തായിരുന്നു? അപ്പോൾ ഫോട്ടോയ്ക്ക് മുന്നിലുള്ള പൊതികൾ മാത്രമല്ല, അതല്ലാതെയും സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന് അന്വേഷണ സംഘം സംശയിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ ശബരിമലയിൽ അടൂർ പ്രകാശിൻ്റെ തെളിവുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒത്തുള്ള തെളിവുകൾ പുറത്തു വരുന്നു, ബംഗളൂരുവിൽ വെച്ചുള്ള തെളിവുകൾ പുറത്തു വരുന്നു. ഇതിനൊക്കെ പുറമെ ഈ പോറ്റിയെയും കൂട്ടി നേരെ ഡൽഹിയിലേക്ക് അവരുടെ പരമോന്നത നേതാവ് സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക്, സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് വല്ല കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് സോണിയാഗാന്ധിയും പോറ്റിയും ഒക്കെ അപ്പുറം ഇപ്പുറം നിർത്തി അടൂർ പ്രകാശ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. ഇതത്ര നിഷ്കളങ്കമാണ് എന്ന് വിശ്വസിക്കുക വയ്യ. അടൂർ പ്രകാശിനെ പോലെയുള്ളവരെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് സർക്കാരും കരുതണ്ട. ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. അടൂർ പ്രകാശ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. കാരണം കോൺഗ്രസ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അടൂർ പ്രകാശിനെയും ആൻറ്റോ ആൻ്റണിയും ചില ദുസ്സൂചനകളോടെ സംസാരിക്കുന്നുണ്ട്. രണ്ടുപേർക്കും പോറ്റിയുമായി നല്ല ബന്ധമുണ്ട്. നമുക്കൊരു മുന്നിലൊരു പ്രശ്നം നിൽക്കുന്നു. ഒന്ന്, അക്കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഈ സർക്കാരിൻ്റെ മറ്റൊരു തന്ത്രമാണ്. ഒരുപക്ഷെ അടൂർ പ്രകാശ് കുടുങ്ങിയതിന് ശേഷം കടകംപള്ളിയിലേക്ക് തിരിയാനാവും ഈ അന്വേഷണ സംഘത്തെ കൊണ്ട് സർക്കാർ ഉദ്ദേശിപ്പിക്കുന്നത്. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണം, കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിൽ വീഴ്ച വന്നു എന്ന് കേരളം കുറ്റപ്പെടുത്തുമ്പോൾ മറുവശത്ത് അതേ തെളിവുകളോടെ അടൂർ പ്രകാശും ഉയർന്നു വരുന്നു. അത് നമുക്ക് കാണാതിരുന്നുകൂടാ. ഇത് രണ്ട് വിഷയമാണ്. ഒരു വശത്ത് സ്വർണ്ണക്കൊള്ളയിന്മേൽ കർശനമായ അന്വേഷണവുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്ന് കേരളം വിശ്വസിക്കുന്നു, ഹൈക്കോടതി വിശ്വസിക്കുന്നു. നമുക്ക് മുന്നിലുള്ള തെളിവുകൾ പരിശോധിക്കുമ്പോൾ ആരും രക്ഷപ്പെടില്ല എന്നൊരു ധാരണ പൊതുവെ നമുക്കുമുണ്ട്. ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും ഒക്കെ രണ്ടാമത്തെ കാര്യം, അതൊരു ടെക്നിക്കലായിട്ടുള്ള വിഷയമാണ്. ഇനി നമുക്ക് ആ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ്സിലേക്ക് വരാം. NM രാജു എന്ന കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡൻറ്റിൻ്റെ സ്ഥാപനമായിരുന്നു. കേരള കോൺഗ്രസുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ NM രാജു ആ സ്ഥലത്തെ ഒരു പ്രധാന ദിവ്യനായിരുന്നു. നാട്ടുകാരുടെ അടുത്തൊക്കെ വലിയ ഒരു വിശ്വാസ്യത പിടിച്ചുപറ്റി. 2024 NM രാജുവിനെതിരെ അന്ന് ഉയർന്നു വന്നത് ഏകദേശം 100 കോടി രൂപയുടെ പരാതി, തട്ടിപ്പ് പരാതിയാണ്. 100 കോടിയിലധികം ആ തിരുവല്ലയിലും പരിസരത്തുമുള്ള ആളുകളിൽ നിന്ന് പണം തട്ടിച്ചെടുത്തൊരു വ്യക്തി. ഇയാളുടെ ഈ ബ്ലേഡ് ബാങ്ക് പിന്നീട് പൊട്ടുന്നു. NM രാജുവും ഭാര്യയും മക്കളും എല്ലാവരും അറസ്റ്റിലായി അകത്താകുന്നു. എന്നിട്ട് ഇപ്പോഴും നാമമാത്രമായ ചില ജീവനക്കാരെ വെച്ച് ഈ സ്ഥാപനം പൂട്ടാതെ അയാൾ തന്ത്രപരമായി കൊണ്ടുപോകുന്നു. ഇതുവരെ കണ്ടുകെട്ടാത്ത 44.5 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇന്നലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഇവിടെയാണ് ചില സത്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം അയ്യപ്പൻ്റെ ഇടപെടലെന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ വിശ്വസിച്ചു. ഇന്നലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരായിരുന്നില്ല അവിടെ റെയ്ഡിനെത്തിയത്. മറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റൊരു വിഭാഗമായിരുന്നു. അവർ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് നെടുമ്പറമ്പിലെത്തിയത്. നെടുമ്പറമ്പിലെത്തി സ്ഥാപന ഉടമകളുമായി ബന്ധപ്പെട്ടവരെ വിളിപ്പിച്ചു വരുത്തി. അതിനിടയ്ക്ക് EDയുടെ ഒരു ചോദ്യം, ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവരുടെ ഒരു 2.5 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല നെടുമ്പറമ്പിൽ ഉടമകൾക്ക്. അവർ ആകെ വിറച്ചുപോയി. കാരണം എന്ത് ഉത്തരം പറയണം? ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു, ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അക്കാലത്തെ രേഖകളൊന്ന് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു അഴകുഴമ്പൻ മറുപടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകിയതോടെ അവർക്ക് മനസ്സിലായി സംഗതി പ്രശ്നമാണ്. കണ്ഠര് രാജീവരുടെ പണം അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ED സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന ED സംഘത്തെ വിവരം അറിയിക്കുന്നു.
അവർ കൂടുതൽ കർശന പരിശോധനകൾക്ക് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അതിനിടയിലാണ് പഴയ CPM നേതാവിൻ്റെ ഉദയഭാനുവിൻ്റെ ഒരു പ്രസ്താവന ഉയർന്നു വരുന്നത്. അവിടെ ആൻറ്റോ ആൻ്റണിയുടെ ഒരു 2.5 കോടി രൂപ നിക്ഷേപം പിൻവലിച്ചുവെന്ന്. ഇതും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു, കാരണം ഒരു MP-യുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള തെളിവുകൾ പല തലങ്ങളിലായി പുറത്തേക്ക് വരുന്നു. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണവുമായി അല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നെടുമ്പറമ്പിൽ എത്തിയത് എങ്കിലും നെടുമ്പറമ്പിൽ നിന്ന് തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുന്നു. ഇതോടെ ഇപ്പോൾ സർക്കാരും അടപടലം വെട്ടിലായിരിക്കുകയാണ്. ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ പണം കൂടി കണ്ടുകെട്ടിയാൽ, ED കണ്ടുകെട്ടിയാൽ പ്രശ്നത്തിലാകും. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഒരു പ്രസ്താവന നടത്തി തന്ത്രിയെ ഇനി ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ തന്ത്രിസ്ഥാനത്ത് നിന്ന് അങ്ങ് പൂർണ്ണമായി നീക്കാനുള്ള ആലോചനകൾ തുടങ്ങിയെന്ന്. അടുത്ത ടേൺ ഈ തന്ത്രി കണ്ഠരര് രാജീവർക്കാണ് ശബരിമലയിലെ തന്ത്രിസ്ഥാനം. അത് ഉൾപ്പെടെ ഇനി ഫ്യൂച്ചറിലേക്ക്. പണ്ടൊരിക്കൽ തന്ത്രി കണ്ഠരര് മോഹനരെ ഇതുപോലെ മാറ്റിയതാണ്, വിവാദത്തിലൊക്കെ പെട്ട് കേസിലൊക്കെ പെട്ടത്. പിന്നെ മോഹനരെ തിരിച്ചെടുക്കുകയായിരുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ കാണുന്നത് വളരെ നാടകീയമായ, വിചിത്രമായ, ശ്രദ്ധേയമായ പല നിർണായക നീക്കങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണ്, SITയുടെ അന്വേഷണത്തിൽ ചില പിഴവുകൾ സംഭവിക്കുന്നുണ്ട്, ഈ കേസിൽ ഉൾപ്പെട്ട CPMകാരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്ന്. എന്നാൽ അന്നേ ദിവസം തന്നെ നമ്മൾ കോടതിയിൽ നിന്ന് കേട്ട ഒരു വിവരമുണ്ടായിരുന്നു. ഈ അന്വേഷണ സംഘത്തെ തള്ളിപ്പറയാതെ ആയിരുന്നു കോടതിയുടെ നിലപാടുകൾ. ഈ പറയുന്ന BJPയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് SIT അന്വേഷണം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്, CBI അന്വേഷണം വേണമെന്നാണ്. എന്നാൽ ഇവർക്കെല്ലാം മറുപടി കൊടുത്തത് കോടതിയിൽ നിന്നായിരുന്നു. കോടതി പറയുന്നുണ്ട് ഈ അന്വേഷണം സത്യസന്ധമായാണ് മുൻപോട്ട് പോകുന്നത്. നമ്മൾ ഈ സാധാരണ കോടതി ഇടപെടലുകളും ഈ കേസിലെ കോടതി ഇടപെടലും അത് ഒരുപോലെ കാണരുത്. ഇത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം, അതിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. സാധാരണ സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ അവരന്വേഷിച്ച് അന്വേഷണ റിപ്പോർട്ടുകൾ, ഇടക്കാല റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട്, ഇത്തരം റിപ്പോർട്ടുകൾ കോടതിക്ക് മുൻപിൽ ഹാജരാക്കുമ്പോൾ ആ റിപ്പോർട്ടുകൾ പഠിച്ച് ആധികാരികമായി അത് വിലയിരുത്തുകയാണ് കോടതി ചെയ്യുന്നത്. അതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ വ്യത്യസ്തമാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ 2 തലത്തിലാണ് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്, അന്വേഷണത്തിൻ്റെ പുരോഗതി സീല് വെച്ച കവറിൽ. അത് ഒരിക്കലും പൊതുസമൂഹത്തിന് എന്താണെന്ന് അറിയാൻ മാർഗമില്ല. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ അന്വേഷണ തലവനും ഈ ജസ്റ്റിസുമാർക്ക് മാത്രമേ അക്കാര്യം എന്ത് എന്നറിയൂ. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പല സുപ്രധാന വിവരങ്ങൾ അവർക്ക് പുറത്തുവിടാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. ഈ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന തെളിവുകൾ നേരത്തെ തന്നെ ഈ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട് എങ്കിൽ ആ വിവരം സീൽ വെച്ച കവറിൽ രഹസ്യമായി കോടതി അറിയിക്കും. അപ്പോൾ കോടതി അത് പരിശോധിക്കുകയും അത്തരം അറസ്റ്റുകളിലേക്ക് കടക്കാനുള്ള ഒരു അനുവാദം കൊടുക്കുകയും ചെയ്യും. അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കോടതി പ്രഖ്യാപിക്കാൻ ആ ഘട്ടത്തിൽ കോടതിക്ക് കഴിയില്ല, കാരണം അത് വലിയ അപകടം വരുത്തും, അത് അന്വേഷണത്തെ ബാധിക്കും. അവിടെയൊക്കെ പല രഹസ്യങ്ങളും അന്വേഷണ സംഘവും കോടതിയും വളരെ സൂക്ഷ്മതയോടെ പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കോടതിയുടെ പരസ്യമായ നിരീക്ഷണങ്ങൾ മാത്രമാണ്. കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന രഹസ്യ നിർദ്ദേശങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. കോടതിക്ക് മുന്നിലിരിക്കുന്ന തെളിവുകളെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തൊക്കെ വിവരമാണ് കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്, അക്കാര്യത്തിൽ നമുക്ക് വലിയ ധാരണയില്ല. നമുക്ക് ധാരണയുള്ളത് ഒരൊറ്റ കാര്യം, അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ തൽക്കാലം അത് വിശ്വസിക്കുക. അവിടെയാണ് ഈ അടൂർ പ്രകാശിൻ്റെ ചോദ്യം ചെയ്യൽ പോലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അതിനെ തള്ളിപ്പറയാതിരിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇനി ഇതൊരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണെങ്കിൽ, ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണ് എങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ആർജവം നമ്മുടെ കോടതിക്കുണ്ട്, ഹൈക്കോടതിക്കുണ്ട്. ഹൈക്കോടതി അതിൽ ശക്തമായ നിരീക്ഷണം നടത്തും. നിങ്ങൾ യഥാർത്ഥ പ്രതികളെ പിടിക്കാതെ കേസിലൊരു രാഷ്ട്രീയ വിവാദം വലിച്ചിഴയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വളരെ കർക്കശ നിലപാടെടുക്കും ഹൈക്കോടതി, അതിൽ സംശയമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ കേസിൻ്റെ ഇപ്പോഴുള്ള ഈ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തെ തള്ളിപ്പറയാൻ കഴിയാത്തത്. പ്രതിപക്ഷ നേതാവ് അത് രാഷ്ട്രീയമാണ്. പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ഇതിന് പ്രഷർ ഇടണം, SITക്ക് മേൽ സമ്മർദ്ദം കൊടുക്കണം, അല്ലെങ്കിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം കൊടുക്കണം. ഉന്നത നേതാക്കൾ വീഴണമെങ്കിൽ തീർച്ചയായും ശക്തമായ ഒരു പൊതുമണ്ഡലത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദമുണ്ടെങ്കിലേ അവരൊക്കെ വീഴൂ. നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ കേരളത്തിലെ ജനമാരും ഈ വിവരം അറിഞ്ഞില്ല. പരമരഹസ്യമായി
SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. എന്നാൽ ഈ അടൂർ പ്രകാശിനെ അല്ലെങ്കിൽ തന്ത്രിയെ അല്ലെങ്കിൽ പോറ്റിയെ അല്ലെങ്കിൽ സുധീഷ് കുമാറിനെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ആഘോഷമാക്കി കൊണ്ടുപോയി ഇങ്ങനെ ചോദ്യം ചെയ്ത് അതൊക്കെ ആഘോഷമാക്കി ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് ഇതിനെ വലിയൊരു ആരവമായി എടുത്തതാണ്. എന്നാൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കടകംപള്ളിയിൽ നിന്ന് എന്തൊക്കെ വീണു നമുക്കറിയില്ല. അപ്പോൾ ഇതിലൊക്കെ ഏറെ നിഗൂഢതകളുണ്ട്. മറുവശത്ത് നമുക്കാകെ ആശ്രയിക്കാവുന്നത് ഹൈക്കോടതിയുടെ ഒരു സ്വതന്ത്ര നിരീക്ഷണം ഈ കേസിലുണ്ട് എന്നത് മാത്രമാണ്. ഇവിടെ നമ്മൾ ആദ്യം മുതൽ തന്നെ കേൾക്കുന്നത് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്നുള്ളതായിരുന്നു. കാരണം മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് SIT പ്രഖ്യാപിക്കുകയും വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെ കേട്ടതാണ്. എന്നാൽ ഇതുവരെ ഈ ഹൈക്കോടതി മുൻപ് നമ്മൾ കേട്ടതാണ് ഈ പറയുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പച്ചയ്ക്ക് ചോദിക്കേണ്ടി വന്നു കോടതിക്ക്. പക്ഷേ ഒരുപാട് സംശയങ്ങൾ ഈ കടകംപള്ളിയെ നിഴലിച്ചു നിൽക്കുമ്പോഴും കോടതി അത്തരത്തിലൊരു നീക്കം നടത്താത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നു. ഇതും ഒരു സർക്കാർ കളിയാണോ എന്നുള്ള ഒരു ചോദ്യം. ഇതിനു മുൻപ് നമ്മൾ ഈ പറയുന്ന ജസ്റ്റിസുമാരെയൊക്കെ കയ്യിലെടുക്കുന്ന നീക്കങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ ലോകായുക്തയിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളാണോ നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ കടകംപള്ളിയുടെ ഒരു അറസ്റ്റ് ആണെങ്കിൽ തന്നെ അത് എത്ര കാലം ഇങ്ങനെ വലിച്ചു നീട്ടി SITക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും? നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയുമുണ്ട്. അപ്പോൾ അതുവരെ ഒന്നും ഇത് തള്ളിക്കൊണ്ടു പോകാൻ കഴിയില്ല. കുറ്റപത്രം സമർപ്പിക്കാൻ എന്തായാലും SITക്ക് ഇനി അധികം വൈകാതെ തന്നെ കുറ്റപത്രവും സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിനിടയിൽ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നു. അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് നിസ്സാര വിഷയങ്ങളല്ല ഉള്ളത്. എങ്കിൽ തന്നെയും കടകംപള്ളിയെ എത്രത്തോളം ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ കഴിയും? അല്ല, ഹൈക്കോടതിയെ സംബന്ധിച്ച് നമുക്കറിയാം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്ന് ഹൈക്കോടതി ഒട്ടും തിടുക്കം കാട്ടിയില്ല. ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കേണ്ട ആരും എന്നാണ് കോടതി കരുതിയത്. സമാനമായ തലത്തിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഏപ്രിൽ 2ാം വാരമായിരിക്കും. ഇതിപ്പോൾ ഫെബ്രുവരി 10ാം തീയതിയായി. അപ്പോൾ മാർച്ച് ഏപ്രിൽ 2 മാസം, നമുക്കിനി 2 മാസം കൂടി കാത്തിരിക്കേണ്ടതേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇതൊരു വലിയ രാഷ്ട്രീയ ബോംബായി മാറും, വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പമാകും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കും. കടകംപള്ളിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപിലുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഹൈക്കോടതിക്കും ഒരു തികഞ്ഞ ധാരണയുണ്ട്. അന്വേഷണ സംഘത്തിന് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും സമയം അനുവദിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ അടുത്ത ദിവസങ്ങളിൽ സമർപ്പിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അതിന് 1-2 മാസം വരെ നീട്ടിക്കൊടുക്കാനുള്ള സാഹചര്യവും സാധ്യതകളുമുണ്ട്. ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്ന് നമുക്ക് കരുതാൻ വയ്യ, കാരണം ഹൈക്കോടതി നിൽക്കുന്നത് കൊണ്ട്. മറുവശത്ത് കടകംപള്ളിയെ പോലെയുള്ള വലിയ ഉന്നതരെ ഏതൊക്കെ തലങ്ങളിൽ സംരക്ഷിക്കാം അതിനു വേണ്ട നീക്കങ്ങൾ അവസാന നിമിഷം വരെ നടക്കും. അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോവുക, അന്തിമ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോവുക, അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് നീട്ടിക്കൊണ്ടുപോവുക. പക്ഷേ ഇതിനിടയിൽ കോടതിക്ക് ബോധ്യം വരത്തക്ക തലത്തിൽ ഈ അന്വേഷണത്തിലെ പല നിർണായക വിവരങ്ങളും ഇപ്പോൾ കോടതിയെ അന്വേഷണ സംഘം ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതിക്ക് ആത്മവിശ്വാസം ചോരാതെ നിൽക്കാൻ കഴിയുന്നത്. ഇപ്പോഴും അന്വേഷണ സംഘത്തെ കോടതി പരിപൂർണമായി പിന്തുണയ്ക്കുന്നത്. ഇത് ഒരു വശം. മറുവശത്ത് ഒന്ന് ചിന്തിച്ച്, ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം അടൂർ പ്രകാശൊക്കെ ആ സ്റ്റേജിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി UDF കൺവീനറാണ്, നേരിട്ട് ഒരു നോട്ടീസ് കൈമാറുകയാണ് അടൂർ പ്രകാശിന്. SIT ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെടുന്ന നോട്ടീസ്. മുമ്പൊരിക്കൽ ഇതേ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു, SIT എന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ഞാനൊന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ പോകുമെന്ന്. ഇന്നലെ ഈ നോട്ടീസ് കിട്ടിയ വിവരം എന്തുകൊണ്ടാണ് അടൂർ പ്രകാശ് മിണ്ടാതിരുന്നത്? ഇന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമല്ലേ മാധ്യമപ്രവർത്തകർക്ക് ഇത് ചോർന്ന് കിട്ടിയുള്ളൂ? ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളും നേരത്തെ എന്തുകൊണ്ട് ഇത് മിണ്ടിയില്ല? എന്താണ് അടൂർ പ്രകാശിന് ഇത്ര പരിഭ്രാന്തി? തൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ട് പോകാമല്ലോ. SIT എന്നെ രാഷ്ട്രീയമായി വേട്ടയാടും, ഞാൻ ചെന്നിട്ട് വരാം എന്ന് പറയാമല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഒരു അറസ്റ്റ് മണക്കുന്നുണ്ടോ, ഒരു ഭയം നിഴലിക്കുന്നുണ്ടോ? അത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ ജാഥ ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു, നിരവധി ഫോട്ടോഗ്രാഫുകൾ, ദൃശ്യങ്ങൾ. അതേ സമയത്ത് തന്നെയാണ് UDF കൺവീനറെ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്, അതിൽ സംശയമില്ല. അടൂർ പ്രകാശിനെ വകഞ്ഞിട്ട് വീഴ്ത്തുക തന്നെയാണ്. പക്ഷെ അതിനുള്ള സാഹചര്യം അടൂർ പ്രകാശ് സൃഷ്ടിച്ചിരുന്നു. അതാണ് നമുക്ക് അടിസ്ഥാനപരമായി അറിയേണ്ടത്.
എന്തെങ്കിലും തെളിവുകൾ SITയുടെ പക്കലില്ല എങ്കിൽ ഈ ചോദ്യം ചെയ്യൽ തിരിച്ചടിക്കുമെന്ന് SITക്ക് അറിയാം. കാരണം കോടതിയിൽ നിന്ന് വലിയ ശകാരം കേൾക്കും. മറുവശത്ത് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി UDF വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. ഇപ്പോൾ ഒട്ടൊന്ന് ശാന്തമായി ചത്തു കിടക്കുന്ന ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം വീണ്ടും ട്രിഗർ ചെയ്യപ്പെടും. ഇതിനിടയിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, സോണിയാഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ട്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവല്ലേ എന്നുള്ള, ഡൽഹിയിലെ ദേശീയ നേതാവല്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ സോണിയാഗാന്ധിക്ക് വരെ ഒരു നോട്ടീസ് നൽകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിനെ ഭയപ്പെടുത്തും. കാരണം SITയുടെ ഒരു നോട്ടീസ് സോണിയാഗാന്ധിക്ക് ചെന്നാൽ അത് ഒരു നോട്ടീസിൻ്റെ ഒരു ബലമല്ല, അത് അഖിലേന്ത്യാ തലത്തിൽ വലിയ വാർത്തയാകും. BJP അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കും. കോൺഗ്രസ് പ്രസിഡൻറ്റും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യപ്രതിയും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു വാർത്ത ദേശീയ തലത്തിൽ ഒരു മുഴക്കത്തോടെ വന്നാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? ഈ ശബരിമല നമുക്കറിയാം, ഇങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ജനങ്ങൾക്ക് വളരെ പരിചിതമായ പേരാണ്. പണ്ടൊക്കെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരുന്നു ആളുകൾ ശബരിമലയിൽ എത്തിയിരുന്നത്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന്, എന്തിനേറെ UPയിൽ നിന്നൊക്കെ ആളുകൾ ശബരിമലയിൽ ദർശനത്തിനെത്തുന്നുണ്ട്. നമ്മൾ ഈ ക്ഷേത്രത്തെ കണ്ടിരുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യൻ അല്ലെങ്കിൽ ഒരു ദ്രാവിഡ സംസ്കാരമൊക്കെയായി ബന്ധപ്പെട്ട ഒരു തലത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ദേശീയത ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നരേന്ദ്രമോദി ദേശീയ തലത്തിൽ ഈ ശബരിമലയെ വളരെയേറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മോദിയുടെ ചില പാക്കേജുകൾ, ശബരിമല പാക്കേജുകൾ, ശബരിമലയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശബരിമലയെ വളരെ സ്നേഹത്തോടെ നോക്കിക്കാണുന്നു, ആരാധനയോടെ കാണുന്നു. അദ്ദേഹം അത് വളരെ പ്രാധാന്യത്തോടെ കാണുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു. അപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൽ നടന്ന വലിയൊരു കൊള്ളയിലെ മുഖ്യപ്രതി സോണിയാഗാന്ധിയുടെ അടുക്കൽ വന്നു. സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തു. സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു. കേരളത്തിലെ MP-മാരുമൊക്കെ ആയിട്ട് വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ട്, ബന്ധങ്ങളുണ്ട്. ഇത്തരമൊരു വാർത്ത കൂടുതൽ ശക്തിപ്പെട്ടാൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണമാകും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഒരു ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവത്തോടെയാണ് മുഖ്യമന്ത്രി നീങ്ങുന്നത്. എപ്പോൾ വേണമെങ്കിലും ആയുധം അങ്ങോട്ട് തിരിച്ചു വയ്ക്കാൻ അവർക്ക് കഴിയും. നമ്മൾ ഇതുവരെ വലിയ പ്രതികരണങ്ങളോ വലിയ സമരങ്ങളോ UDFൻ്റെ ഭാഗത്ത് നിന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണ്ടില്ല. നിയമസഭയിൽ ശരിയാണ്, ചില പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു. എന്നാൽ അതിലപ്പുറം എന്തുകൊണ്ടാണ് ഇതിനേക്കാൾ ചെറിയ കൊള്ളകൾ കേരളത്തിൽ നടന്നപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ നടത്തിയിരുന്ന സമരങ്ങൾ കണ്ട് അന്തം വിട്ടവരാണ് നമ്മൾ. ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഒരു കാലഘട്ടം നിറയെ യൂത്ത് കോൺഗ്രസിനെ തിരുവനന്തപുരം നഗരത്തിൽ നിറച്ചുകൊണ്ട് എത്ര പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് അവർ തിരുവനന്തപുരത്തെ ദേവസ്വം ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധ സമരം നടത്തിയില്ല? അപ്പോൾ ഭയം ഉള്ളിലുണ്ട്. ഇത് BJP മുതലെടുക്കുമെന്ന് നമുക്ക് പറയുക വയ്യ. കാരണം BJP LDFനെയും UDFനെയും ആക്രമിച്ചുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിഷയമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്തൊക്കെ വിവരങ്ങൾ പുറത്തുവിടും? ഇപ്പോൾ തന്ത്രിയുടെ നിക്ഷേപം മാത്രമല്ല, ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് ബാങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു സ്വകാര്യ ബ്ലേഡ് ബാങ്കാണ്. ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അവരുടെ മുഴുവൻ ഫയലുകളും എടുത്തുകൊണ്ട് പോകുമ്പോൾ ഏതൊക്കെ രഹസ്യങ്ങളാവും ഇനി പുറത്തു വരിക? ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ രഹസ്യ നിക്ഷേപത്തിൻ്റെ വിവരങ്ങളാവും അവിടെ നിന്ന് പുറത്തു വരിക? ഇത് വല്ലാണ്ട് ഭയപ്പെടുത്തും CPM നേതാക്കളെ കൂടി. ആർക്കൊക്കെ ആ നെടുമ്പറമ്പിൽ ബാങ്കിന് പണം, ആർക്കൊക്കെ അവിടെ നിക്ഷേപമുണ്ട്? ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പണം ആ ബാങ്ക് അനധികൃതമായി സൂക്ഷിച്ചു അല്ലെങ്കിൽ ഇടപാട് നടത്തി എന്ന വിവരമാണ് നമ്മൾ നേരത്തെ കേട്ടത്. ആ ബാങ്ക് അടപടലം പൊളിഞ്ഞു പോയി. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പൊളിഞ്ഞു പോയത്. എങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടപെട്ട ആളുകൾ, ആ കൊള്ളക്കാർ എല്ലാവരും വാഴയിലയിൽ കടന്നേ മരിക്കൂ എന്ന് ചിലർ പറയുന്നു. അത് ശരിവയ്ക്കുന്ന വിധത്തിലാണ്. വലിയ സാമ്രാജ്യങ്ങൾ തകരുന്നു. വലിയ നേതൃ പദവിയിലിരുന്ന് ഒരു ജില്ല മുഴുവൻ നിയന്ത്രിച്ചിരുന്ന പത്മകുമാറിനെ പോലെയുള്ളവർ ജയിലിലെ ആ ഇരുണ്ട വല്ലാത്ത ലോകത്ത് നെടുവീർപ്പിട്ട് കഴിയുന്നു, മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്നു. SP മെഡിഫോർട്ട് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ശങ്കർദാസ്
പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് വളരെ കൂളായി ജയിലിലേക്ക് പോകുന്നു. എന്തെല്ലാം വിചിത്ര കാഴ്ചകൾ നമ്മൾ കണ്ടു. വാസു ഒടുവിൽ ഇതാ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തുണ്ട്. നിങ്ങളെല്ലാം അകത്ത് കിടക്കുക, ഞാനിപ്പോൾ കുറച്ച് ദിവസം പുറത്ത് നിന്നൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇനിയും പല അത്ഭുതങ്ങൾ നമുക്ക് കാണാം. അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പുറത്തേക്ക് വരുമെന്ന് കാത്തിരുന്ന് കാണാം. ഇതിലെ രാഷ്ട്രീയം അത് നമുക്ക് തള്ളി പറയാം. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിയേ തീരൂ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയാണ് ഇവിടെ ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്നുള്ള ഒരു വേവലാതി ഭക്തർക്ക് വേണ്ട. കാരണം സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ അയ്യപ്പന്റെ രൂപത്തിൽ ഇവിടെ ഹൈക്കോടതി ഉണ്ടെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ പല രീതിയിൽ രക്ഷപ്പെട്ടു പോയവരൊക്കെ വീണ്ടും അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലേക്കാണ് എത്തിയിരിക്കുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.